ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലം നടക്കുന്ന വഅള്, പ്രസംഗം, ഉദ്ഘാടനം, അവിടുത്തെ ലൈറ്റ്, അവിടുത്തെ മൈക്ക്, അവിടത്തേക്ക് പോകുന്നതിനും വരുന്നതിനും വാഹനത്തിന്റെ ചെലവ്, ഇതെല്ലാം കൂടി നമ്മളൊന്ന് കണക്ക് നോക്കിയാൽ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ മാത്രം ഉള്ള ഈ പദ്ധതികൾക്ക് ചെലവാക്കുന്ന അത്ര കാശ് മറ്റൊന്നിനും ചെലവാക്കണില്ല. അല്ലേ? എത്ര വഅള്, എത്ര പ്രസംഗം, എത്ര ഉദ്ഘാടനം, അതിനെത്ര അനൗൺസ്, ഇതിന് ലക്ഷക്കണക്കിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറയട്ടെ, ഇത് ചെലവഴിക്കാതിരിക്കാനുള്ളൊരു മാർഗം എന്താണ്? ഈ ഉറക്കൊഴിച്ചിലും വേണ്ട. പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വന്നുറങ്ങുമ്പോൾ 2:30 മണിയായിരിക്കണം. 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ഒരു സെക്കൻഡ് കിടക്കാൻ കഴിയും. മിനിയാന്നുറങ്ങുമ്പോഴും 1:30 മണിയായിരിക്കണം. 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉറങ്ങാതെ ഞാൻ ഓടേണ്ട ആവശ്യം, തങ്ങൾ ഓടേണ്ട ആവശ്യം, വേറുള്ള ആൾ ഓടണ്ടേ? ഈ പണം ചെലവായിക്കൊണ്ട് ഒന്നും ആവശ്യമല്ല. എന്താണ്? വെള്ളിയാഴ്ച മെമ്പറിൽ ജുമാ ഖുതുബ നല്ല പ്രസംഗം കൊണ്ടടിച്ചാൽ ഇതിനൊക്കെ പരിഹാരമാവും. ഇത് സമ്മേളനമൊന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. പരിഹാരമാകുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ ഇതൊക്കെ നടത്തി, ഉദ്ഘാടനമൊക്കെ നടത്തി, എന്നാലും ഇവിടെ ഇത് കേൾക്കാൻ വരാത്ത കുറച്ചാളുകളുണ്ടാവും വീട്ടിന്റെ ഉള്ളിൽ. ജുമാഅത്ത് അങ്ങനെയല്ല. എല്ലാ വയസ്സന്മാരും കുന്നം മടിയും കുത്തിയിട്ട് വരും, എല്ലാ യുവാക്കളും വരും, എല്ലാ കച്ചവടക്കാരും വരും.